ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സേഫ് ആയിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാഹ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അതായത് December 25. അപ്പോ നമ്മളെല്ലാരും ഹോളിഡേ മോഡിലാണല്ലോ. അതുകൊണ്ട് തന്നെ സൈൻ ഹാദിയൊക്കെ നേരത്തെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. വെക്കേഷൻ ആണെങ്കിൽ ഉറക്കമൊന്നും ഉണ്ടാവില്ല. സ്കൂളുള്ള ദിവസമാണെങ്കിൽ എത്ര ഉറങ്ങിയാലും ഉറക്കം തീരെയുമില്ല. അപ്പൊ നോക്കുമ്പോ ഇക്കാക്കതാ കിളികൾക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് മോളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളും കൂടെ കയറി. മോളില് നമ്മൾ എല്ലാരും കൂടെ എത്തിക്കഴിഞ്ഞാല് പിന്നെ രക്ഷയില്ല. നമ്മുടെ ചിക്കിക്കും തപ്പൂനും ഒക്കെ പുറത്തിറങ്ങാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മള് ചിക്കീനെയും തപ്പൂനെയും ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കിനെ ഇറക്കി കഴിഞ്ഞാല് അവൻ നേരെ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ തലയിൽ കയറിയിരുന്ന് ചെവി കടിക്കുക, നമ്മുടെ ദേഹത്ത് കിടന്ന് ഇങ്ങനെ കളിക്കുന്ന ആളാണ് കേട്ടോ ചിക്കി. നമ്മള് DNA എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആ നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ചിക്കി ബോയ് അല്ല, ഗേൾ ആണ്. അപ്പൊ ശരി, അങ്ങനെ ആവട്ടെ. നമ്മുടെ ചിക്കി പെണ്ണിന് നമ്മുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. പക്ഷേ തപ്പു അങ്ങനെയല്ല, അവൻ നേരെ ഓപ്പോസിറ്റ് ആണ്. സോറി, നമ്മുടെ തപ്പും ഗേള് തന്നെയാണ് കേട്ടോ. തപ്പുക്ക് കൂടുതലും തലക്ക് മുകളിൽ ഇരിക്കാനാണ് ഇഷ്ടം. ആള് കുറച്ചു നേരമൊക്കെ ഇങ്ങനെ തലക്ക് മുകളിൽ ഇരുന്ന കാര്യങ്ങളൊക്കെ കാണും. അത് കഴിഞ്ഞാല് പറന്നു നേരെ ബ്രീഡിംഗ് ബോക്സിന്റെ മേലിൽ കയറിയിരിക്കും. അതാണ് അവന്റെ സ്പോട്ട്. ദാ പോകുന്നുണ്ടില്ലേ? ഇനി അവിടെ ഇരുന്നുകൊണ്ട് അവൻ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിക്കും. ചിക്കിപ്പെണ്ണ് നേരെ എന്റെ തൊളി കയറി ഇരുന്ന് പിന്നെ എന്റെ ചെവി കൊത്ത, എന്റെ കമ്മലൊക്കെ കടിച്ചെടുക്ക, ഇതൊക്കെയാണ് ആളുടെ കലാപരിപാടി. തപ്പുപെണ്ണ് ഇപ്പോഴും അതിന്റെ മുകളിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും ഇനി ആളെ ഇറങ്ങൂല. നമ്മൾ ആരും ശ്രദ്ധിക്കാണ്ട് ആളെ മൈൻഡ് ആക്കാണ്ടിരിക്കുമ്പോ താനെ പറന്ന് വന്ന് തലയിലിരിക്കും. അങ്ങനെ ഇന്നത്തെ പ്ലേ ടൈം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചിക്കിപ്പെണ്ണിനെ നമ്മളൊക്കെ കൂട്ടിലേക്ക് ആക്കലാണ് കേട്ടോ. ആൾക്കൊട്ടും ഇഷ്ടമില്ല കൂട്ടിൽ കീറാനായിട്ട്. എങ്കിലും നമ്മൾ കൂട്ടിലോട്ടൊക്കെ ആക്കി കൊടുത്തിട്ട് ഇനിയിപ്പം നമ്മൾ താഴത്തോട്ട് ഇറങ്ങലാണ് കേട്ടോ. അങ്ങനെതാ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നപ്പോഴേക്കും ഇക്കാക്ക സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. ചിക്കൻ കണ്ടപ്പോ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ചിക്കൻ കറിയിൽ ഒരു വെറൈറ്റി പരീക്ഷിച്ചൂടാ? മറ്റൊന്നുമല്ല, ഇന്ന് എനിക്ക് ഷോപ്പിലേക്ക് പോവണ്ട. ഇക്കാക്കയാണ് കേട്ടോ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചില വട്ടുകളൊക്കെ തോന്നുമല്ലോ. അങ്ങനെ ഞാൻ ചിക്കനില് ഉപ്പും കുരുമുളകും മാത്രം ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. രാവിലെ കുറെ നേരം ചിക്കനെയും തപ്പൂടെ കൂടെയൊക്കെ കളിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിശപ്പിന്റെ വിലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ചിക്കൻ 2 സെക്ഷനായിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. പുട്ട്, ചപ്പാത്തി, ഇടിയപ്പം ഇതൊക്കെ ആയി വരാനുള്ള സാവകാശം എന്റെ കുട്ടീസിന് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ബ്രെഡ് വാങ്ങിച്ചിട്ടോ. അപ്പൊ പിന്നെ കറി ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫുഡ് അടിക്കാലോ. വിശപ്പിന്റെ വില അറിയാതിരിക്കാൻ സൈൻ ഹാദി TV കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദാ ഞാൻ 4 സവാള ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ദാ നമ്മുടെ ചിക്കൻ ഫസ്റ്റ് ബാച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആക്കുന്ന സ്മെല്ല് അടിച്ചിട്ട് ഉമ്മീ ഫുഡ് റെഡിയായോ എന്നൊരു വിളിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ആ ചോദ്യത്തിന് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ രണ്ടുപേരും ഇവിടെ എത്തും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തന്ത്രപരമായി നീങ്ങി. 2 പേർക്കും ഓരോ ബൗളില് 2 പീസ് ചിക്കനൊക്കെ വെച്ച് നൈസായിട്ട് കൊണ്ടേ കൊടുത്തു. TV ഒക്കെ കണ്ട് അത് കഴിക്കുമ്പോഴേക്കും നമുക്ക് കറി റെഡിയാക്കി എടുക്കാലോ. ഇക്കാക്കന്റെ മുകളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇക്കാക്ക റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് കറിയൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് കൊടുക്കണം. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരാനുള്ള സമയം മാത്രമേ ഈ കറിക്ക് വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ദാ 2 തക്കാളി കൂടി നമ്മൾ കട്ട് സ്മോൾ പീസസ് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ മൊത്തത്തിലൊന്ന് ഫ്രൈ ആയി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അപ്പൊ ദാ നമ്മളൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ എന്താ, നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ദാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ. ആരും പേടിക്കണ്ട, എനിക്ക് തെറ്റിപ്പോയതല്ല, ഈ റെസിപ്പി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ മൈദയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിന്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാല് ഇനി നമുക്ക് ഇതിലേക്ക് കറി പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ആൻഡ് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കുന്നത് എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്.
ഇനിയിപ്പോ എന്താ ഇതിന്റെയൊക്കെ റോസ് സ്മെല്ല് മാറി വരും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാ എല്ലാം ഒന്ന് സെറ്റായി എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. ഇനിയിപ്പോ നമ്മള് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് നമ്മുടെ കറിയും ചിക്കൻ പീസും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് മൂടി വെക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്കൊരു ഫൈനൽ ഇൻഗ്രീഡിയന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. മറ്റാരെയല്ല, നമ്മുടെ ഫ്രഷ് ക്രീം തന്നെയാണ്. ആളെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ മുഖച്ചായ പാടെ മാറും, ടേസ്റ്റും അപാരമാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫൈനലി ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കറി? കാണാൻ നല്ല ലുക്കില്ലേ? ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, ദാ ഒന്ന് കേട്ടു നോക്കി. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് വഴിക്ക് പോയി. ഇക്കാക്ക ഷോപ്പിലേക്ക് പോയി, ഞാൻ എഡിറ്റ് ചെയ്യാൻ പോയി, സനിഹാദി സൈക്കിൾ ചവിട്ടി കളിക്കാൻ പോയി. ഉച്ചയ്ക്കായപ്പോഴേക്കും ഇക്കാക്ക ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ 3 പേരും വീണ്ടും ഒത്തുകൂടി നമ്മൾ റെഡി ആയിട്ട് ഇതാ നമ്മുടെ നെയ്ബറിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് പോവാണ്. അങ്ങനെ നമ്മൾ അവരുടെ പുതിയ വീടൊക്കെ കണ്ട് വീടിന്റെ അടുത്ത് ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ തൊട്ടരികത്ത് എന്റെ സ്വന്തം കൂടപ്പുറപ്പ് നമ്മുടെ ജഡ്ജസ്, അവരൊറ്റയ്ക്കല്ല പരിവാരങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അവൻ എത്തിയിട്ടുള്ളത്. താനെന്താണോ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ അവന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ആണെന്ന്. അപ്പോഴേക്കെന്താ നല്ല ചൂട് ബിരിയാണി നമ്മുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തില് സാലഡും പുളിങ്കറി. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാരും കൂടിയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ബിരിയാണി കഴിച്ചു. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ നമ്മൾ നേരെ ഇക്കാക്കന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഡിസംബർ 25 ഈ ദിവസം ഒരു പ്രത്യേകതയുള്ളത് നമ്മുടെ ഉപ്പാന്റെയും ഉമ്മച്ചിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പൊ നമ്മളൊരു കേക്കൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വന്ന പാടെ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ കേക്കൊക്കെ എടുത്ത് ഒന്ന് പുറത്തേക്ക് വെക്കലാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അവരുടെ 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. യാ അല്ലാ, ഇനിയും ഒരുപാട് നാള് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ വിധിയാക്കണേ. അപ്പൊ ദാ ഇക്കാക്കന്റെ സിസ്റ്ററും കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. ഇതൊരു മാംഗോ ഫ്ലേവറിൽ വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മള് 2 കേക്കും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്യലാണ്. അപ്പൊ നമ്മൾ വീട്ടിലെത്തിയപ്പോ ഉമ്മച്ചിന്റെ സിസ്റ്റർ ഈയും ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാരും കൂടി നിന്നിട്ട് ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്യലാണ്. അപ്പൊ കേക്ക് കട്ട് ചെയ്യാനുള്ള ഫൈനൽ അറേഞ്ച്മെന്റ്സ് ആണ് ഈ കാണുന്നത്. ഉപ്പയും ഉമ്മച്ചിയും വന്ന് ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാരും കൂടി ഇനി ചുറ്റും നിന്നിട്ട് ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്യലാണ് കേട്ടോ. ഇതൊക്കെ ചുമ്മാ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഉമ്മച്ചിന്റെ സിസ്റ്റർ ആണ്. ഇത് കാക്കാന്റെ സിസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഷൈൻ താത്ത, ഇത്താത്ത, ഷൈജ എല്ലാവരും നിപ്പുണ്ട്. അങ്ങനെ ഓൾ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളംസ് ഉമ്മച്ചിന്റെ ഉപ്പാന്റെ തൊട്ടരികത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി അവരൊന്നിച്ച് കേക്ക് കട്ട് ചെയ്യാണ് ഗൈസ്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഉമ്മച്ചി ഉപ്പയും എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള പിന്നുള്ള കലാപരിപാടിയാണ് കേട്ടോ കാണുന്നത്. കേക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് പങ്കിടാം. ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇക്കാക്കയാണ് കേട്ടോ. അപ്പൊ ഇക്കാക്ക ഗുണിച്ചും ഹരിച്ചും ഗണിച്ചും കേക്കൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കലാണ്. അപ്പോഴേക്കും ഇത്താത്ത പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുട്ടിപ്പാട്ടാളം ചുറ്റും തന്നെയുണ്ട് കേട്ടോ.
ആൻഡ് ഫൈനലി എല്ലാവർക്കും കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കേക്കൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ച് കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് ദാ ഈ ഫാമിലിയൊക്കെ പോവാൻ വേണ്ടി ഇറങ്ങലാണ് കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരങ്ങനെ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. അവിടെ യാത്ര അയക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഏകദേശം ടൈം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാരും കൂടി കൂടിക്കഴിഞ്ഞാല് പിന്നെ സമയം പോണതേ അറിയൂല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോണത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മുടെ ഭാഗത്ത് അമ്പലത്തില് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത റോഡിലൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. റോഡ് മൊത്തം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പ്രമാണിച്ച് ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. എനിക്ക് പൊതുവേ നൈറ്റ് റൈഡൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെയുള്ള സമയം റോഡൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത്. മാത്രമല്ല നമ്മുടെ ഫോർട്ട് കൊച്ചി ഒരു എക്സ്ട്രീം വൈബായിരിക്കും ആ സമയം. മാരേജിന് മുമ്പൊക്കെ ഉമ്മയോട് നമുക്കൊന്ന് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ എനിക്ക് റിസ്ട്രിക്റ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എന്റെ വാപ്പിച്ചി ഒരു പ്രവാസി ആയതുകൊണ്ടും ഉമ്മ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടും നമ്മൾ രാത്രി കറക്കം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാരേജ് കഴിഞ്ഞ് ഇക്കാക്കനെ കൂടെ കൂടിയ സമയം മുതൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് സെയിം ടേസ്റ്റ് ആണ്, സെയിം വൈബാണ്. എല്ലാ വർഷവും ക്രിസ്മസിന്റെ ഈ ഒരു രാത്രി സമയങ്ങളിൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാറുണ്ട് കേട്ടോ. പക്ഷെ ഇത്തവണ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. എല്ലാ വഴികളും ബ്ലോക്കാണ്. നമ്മൾ ഓരോ ബ്ലോക്ക് കാണുമ്പോഴും അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ച് വേറൊരു റൂട്ട് പോകും. പക്ഷെ അവിടെയും ബ്ലോക്കാണ്. എല്ലാവരും ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ പോകുന്നത്. പല പല ജില്ലകളിൽ നിന്ന് വരെ ഇന്നലെ അവിടെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വഴി അറിയാതെ നമ്മളൊരു റൂട്ട് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവർ ഇവിടുത്തുകാരല്ലെന്ന്. അപ്പൊ നമുക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. കാരണം നമ്മൾ കൊച്ചിക്കാരാണല്ലോ, നമുക്ക് എല്ലാ ഇടവഴികളും ഒക്കെ അറിയാലോ. അങ്ങനെ ഇക്കൊക്കെ ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴി നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? ഈ വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്റ്റാർസ് എണ്ണലാണ് നമ്മുടെ പരിപാടി. നമ്മൾ കുട്ടിയായിരുന്നപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? നിങ്ങൾ ചെയ്തിട്ടില്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പോ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ സൈനിക ഹാദിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. അങ്ങനെ പല വഴികളും താണ്ടി ഇക്കാക്ക പ്രോ റൈഡറെ പോലെ പല ബ്ലോക്കിനിടയിലൂടെയും പല ഇടവഴികളിലൂടെയും വിദഗ്ധമായി വണ്ടി ഓടിച്ച് ഫൈനലി നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ആളുകൾ മുഴുവൻ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് ഇന്നത്തെ ദിവസം എത്താനുള്ള കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഒരു വലിയ മരമുണ്ട്. അത് നിറച്ച ലൈറ്റ്സ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലൈറ്റ്സ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇന്നത്തെ ദിവസമാണ് ഇതിന്റെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കുന്നത്. മൊത്തത്തില് ഫോർട്ട് കൊച്ചിയിലെ സെലിബ്രേഷൻസ് ഒക്കെ ഓൺ ആവുന്നത് ഇന്നത്തെ ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അങ്ങനെ എല്ലാവരും ആ ട്രീയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ് കേട്ടോ. അപ്പൊ ലൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ഓൺ ആകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ത് രസമാണെന്ന് കാണാനായിട്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ട്രീ കേട്ടോ. ബിഗ് ട്രീ ആണ്. ഇത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇത്തവണ ഇതിലിട്ടേക്കുന്ന ലൈറ്റ്സ് മുഴുവൻ ബ്ലൂ കളേഴ്സ് ആണ്. കഴിഞ്ഞ വർഷം റെഡ് ആയിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഫോർട്ട് കൊച്ചി വരെ എത്തിയതല്ലേ. അപ്പൊ പിന്നെ നമ്മള് ഫോർട്ട് കൊച്ചിയൊക്കെ ഒന്ന് ചുറ്റി കാണാന്ന് വിചാരിച്ചു.
അപ്പൊ ഫുഡ് കൊച്ചി കാർണിവലിലും ന്യൂ ഇയറിനൊക്കെ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കലാണ്. പല സ്ഥലത്തും ഡിജെയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ആ ഒരു വൈബിലാണ് ഫുഡ് കൊച്ചി ഉള്ളത്. അങ്ങനെ അവിടേക്ക് ഒന്ന് കറങ്ങി എല്ലാം കണ്ടു. ഇനി നമ്മൾ നേരെ ഇക്കാക്കന്റെ വല്യമ്മാനെ കാണാനായിട്ട് ഇക്കാക്കന്റെ ബ്രദറിന്റെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അപ്പൊ അവര് ഫുഡ് കൊച്ചി തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നു ഉമ്മാനെയൊക്കെ കണ്ടു, അവാനെ കണ്ടു, കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് സമയം ഒരു 10 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി. പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. എന്റെ മൊബൈലിൽ ചാർജ് അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷായി ഉമ്മിച്ച് നമുക്ക് ഇറച്ചിച്ചോറൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു. സൈൻ ഹാദി കിടന്നുറങ്ങി. വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മാർക്കോ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പൊ 11 മണിക്കാണ് ഷോ. ഞാനും ഇക്കാക്കയും ചാച്ചൂസും ആണ് എത്തിയിട്ടുള്ളത്. ജി സിനിമാസിലാണ് നമ്മൾ ഫിലിം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിലൊക്കെ തന്നെ എത്തി. ഒരു 10:45 ആയപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലാണ്. മാർക്കോ മൂവിയുടെ ഓഡിയൻസ് റിവ്യൂ ഒക്കെ കേട്ട് ഭയങ്കര ത്രില്ലായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. മാത്രമല്ല ഭയങ്കര എക്സ്ട്രീം ലെവൽ ഓഫ് വയലൻസ് ആണെന്നുള്ള ബിൽഡപ്പ് ഒക്കെ ചാച്ചൂസും തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ടൈമായി നമ്മൾ തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ട് ഇറങ്ങലാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. എക്സ്ട്രീം ലെവൽ ഓഫ് വയലൻസ് ആണ്. കണ്ടിട്ട് എന്റെ കിളിയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ 2 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ ഫ്രഷ് ആയിട്ട് ഒന്ന് കയറി കിടന്ന് ഉറങ്ങണം. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം ചേരാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. Till then, take care. Thanks for watching. Tata, bye bye.